ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കല്ലെടുത്തിട്ടാട്ടോ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ മലപ്പുറം ജില്ലയിലാണുള്ളത്. നിങ്ങൾ കണ്ണൂർ കല്ല് കൊണ്ടുവന്ന് വെക്കാന്ന് പറയുന്നത്. 1.5 ലക്ഷം ബ്ലോക്ക് ഒരേ സമയത്ത് ക്യൂറിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ ചൂടായി, ഈ എയർ ഭാഗം ചൂടായിട്ട്, പിന്നെ ഈ ലെയർ ചൂടായി, പിന്നെ എയറിന്റെ ഗ്യാപ്പ് ചൂടായി, പിന്നെ ലെയർ ചൂടായി ഇവിടേക്ക് എത്തുള്ളൂ. ഒരുപാട് സൈറ്റുകളുടെ അനുഭവം വെച്ചിട്ടാണ് നമ്മൾ ഉള്ളത്. അത് കട്ടിറക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൊട്ടുന്നില്ല. കല്ലാണോ സുഖം? ഇതാണ് സുഖം? ഇതാണ് സുഖം. കല്ലാവുമ്പോ വെയിറ്റ് ഉണ്ടാവും, ഇതാവുമ്പോ വെയിറ്റ് ഉണ്ടാവില്ല, നല്ല ഉറപ്പുണ്ടാവും. ഇത് 3 സൈസാണ്. ഇത് 29 രൂപ ഉണ്ടാവും. ഇത് 14-8 സൈസ് വരാണ്. ഇത് 53 വെയിറ്റ് വരാണ്. ഒരു ചാക്ക് സിമെന്റ് കൊണ്ട് 175 കല്ല് വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ബ്ലോക്ക് ഏകദേശം 673 ആയി അല്ലേ? ആ ഒരു സ്ട്രെങ്ത്തിലാണ് വരുന്നത്. കിട്ടിയിട്ടില്ല 244 കേട്ടോ. ചതലിന് ഒരു മാർഗമില്ല. ചെങ്കല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചതൽ വന്നിരിക്കും. ചെങ്കല്ല് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. പിന്നെ എന്തുകൊണ്ട് ഹൗസിംഗ് ബ്ലോക്ക് നമ്മുടെ മലയാളികൾ ഉപയോഗിക്കണം? ഹലോ ഫ്രണ്ട്സ്, വീട് പണി നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്ക നമ്മൾ ഉണ്ടാക്കുന്ന വീട് വർഷങ്ങളോളം നിൽക്കണമെന്നുള്ളതാണല്ലോ. അതിന് ഏറ്റവും നല്ല സ്ട്രെങ്ത്തിൽ, ഡ്യൂറബിലിറ്റിയിൽ നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്താറുള്ളത്. ഇന്ന് നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ബ്ലോക്ക് തന്നെയാണ് ഹോളോ ബ്രിക്സ് അല്ലെങ്കിൽ സിമെന്റ് കട്ട എന്നൊക്കെ പറയുന്ന ഒരു പ്രൊഡക്റ്റ്. എന്നാൽ ഇന്നിതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൂടുതൽ സ്ട്രെങ്ത്തിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹൗസിംഗ് ബ്ലോക്ക്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 30 വർഷത്തിലധികമായിട്ട് ഹൗസിംഗ് ബ്ലോക്കുകൾ നിർമ്മിച്ച് വീടുകൾ ഒരുപാട് നിർമ്മിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പറമ്പാടൻ ബ്രിക്സിൻ്റെ ഹൗസിംഗ് ബ്ലോക്കുകളാണ്. ഏറ്റവും ഡ്യൂറബിലിറ്റി കിട്ടുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അത് എന്തുകൊണ്ട് വീട് പണിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഡെക്കോർ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ട് വീടുണ്ടാക്കുമെന്ന് പലർക്കും സംശയമുള്ള കാലത്ത് കോൺക്രീറ്റ് ബ്ലോക്കിനെ ഡെവലപ്പ് ചെയ്ത് അതൊരു ഹൗസിംഗ് ബ്ലോക്കാക്കി മാറ്റിയിരിക്കുകയാണ് പറമ്പാടൻ. നമ്മുടെ കൂടെ ഉള്ള ഫസ്ലിക്ക. നമസ്കാരം. നമസ്കാരം. ഒരുപാട് ആളുകളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് പണിക്ക് ഏതാണ് നല്ല മെറ്റീരിയൽ എന്ന്. അതിൽ ഉറപ്പുള്ള എന്നാൽ ചൂട് കൂടുമെന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെ ചെയ്തു ഈ മെറ്റീരിയൽ? നമ്മൾ സ്ട്രെങ്ത് കൂട്ടി. പിന്നെ മാത്രമല്ല ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ആ അടിസ്ഥാനത്തിലുള്ള ഈ ഹോൾസ് ആക്കിയിട്ട് ശേഷമുള്ള എയർ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്ലോക്കാക്കി മാറ്റി പറമ്പാട ഹൗസിംഗ് ബ്ലോക്കാക്കി മാറ്റി. വീടിന് അനുയോജ്യമായിട്ട് വ്യത്യസ്ത ബ്ലോക്കുകൾ, അതായത് ഈ വീടിന് 3-4 സൈസ് ബ്ലോക്കാണ് ഉപയോഗിച്ചത്. 8 ഇഞ്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും, 6 ഇഞ്ച് ഉപയോഗിച്ച്, 4 ഇഞ്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഏരിയ കൂടുതൽ വീടിൻ്റെ അകത്ത് ഭാഗത്ത് കിട്ടുന്നുണ്ട്. വെറുതെ നമ്മൾ 8 ഇഞ്ച് ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് കൂടുതൽ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ 3-4 ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടിന് അനുയോജ്യമായ രൂപത്തിൽ വ്യത്യസ്ത ബ്ലോക്കുകൾ ഉണ്ടാക്കി, ഹൗസിംഗ് ബ്ലോക്ക് ഉണ്ടാക്കി. ഇതിൽ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് ക്ലിയർ ചെയ്യേണ്ടത്, ഇപ്പോൾ സാധാരണ ഹോളോ ബ്രിക്സ് അല്ലെങ്കിൽ സിമെന്റ് കട്ട അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്രിക്ക് ഇങ്ങനെ പല പേരിലും നമ്മളെ നാട്ടിൽ ബ്രിക്ക് ഉണ്ട്. അതായിട്ടുള്ള മാറ്റം നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്ട്രെങ്ത്തിൻ്റെയും ഈ ഹോളിൻ്റെയും മാറ്റാണ് അല്ലേ? ഈ ഒരു ബ്ലോക്ക് വ്യത്യസ്ത രീതിയിൽ ഇപ്പോൾ വീടുകളിലേക്ക് വരികയാണ് അല്ലേ? എല്ലാ നാട്ടിലും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത് മലപ്പുറം ജില്ല, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെത്തി. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എറണാകുളം കഴിഞ്ഞ് കൊല്ലം മറ്റ് ജില്ലകളിലൊന്നും ചെങ്കല്ല് അത്ര ലഭ്യമല്ല. അവിടെയൊക്കെ പണ്ട് മുതലേ കോൺക്രീറ്റ് ബ്രിക്കാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ഇത് അഡ്വാൻറ്റേജ് ആയി മാറും അല്ലേ? അവർക്ക് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സംഗതിയാണ്. കാരണം നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. മാത്രമല്ല നമുക്ക് വീടിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സംഗതിയാണ്. കാരണം സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലും അത് കോസ്റ്റിന്റെ കാര്യത്തിലും വളരെയധികം എഫക്റ്റീവായ ബ്ലോക്കാണ് ഈ സിമെന്റ് ബ്ലോക്ക്, പറമ്പാട ഹൗസിംഗ് ബ്ലോക്ക്. ഓക്കെ, ചെങ്കല്ല് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. പിന്നെ എന്തുകൊണ്ട് ഹൗസിംഗ് ബ്ലോക്ക് നമ്മുടെ മലയാളികൾ ഉപയോഗിക്കണം? ഓക്കെ, ഏറ്റവും വലിയ സംഗതിയാണ്. കാരണം ചെങ്കല്ല് സംഗതി ഇന്ന് ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്ന സംഗതി എന്താ അറിയോ? ചെതലാണ്. കാരണം ചെതൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഉറപ്പുള്ള സംഗതിയാണ് എന്ത്? ചെങ്കല്ലുള്ള വീടുണ്ടാക്കിയ സംഗതി. കാരണം ഒരു ചെങ്കല്ലിന്റെ വീട് തന്നെ ഒരു ഷുഗർ പേഷ്യന്റ് വീട് എന്നാണ് പറയാം. കാരണം വെച്ചാൽ അത് കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ വീടിന് യാതൊരു ലക്ഷ്യം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും, പറമ്പാട ഹൗസിംഗ് ബ്ലോക്കിന്റെ മുകളിൽ ചെതലുണ്ടാവില്ല. അതിൽ ഷുഗർ പേഷ്യന്റ് എന്ന് പറഞ്ഞപ്പോ ഷുഗറിന് ഗുളികകൾ കിട്ടും, അത് താൽക്കാലികമായിട്ട് നമുക്കൊരു ശമനം നൽകും. അതുപോലെ ചെതലിന് ട്രീറ്റ്മെന്റും പൂർണ്ണമായിട്ടാവില്ല, അത് വീണ്ടും വീണ്ടും കയറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്ന സംഗതിയാണ് എന്ത്? ചെതല്. ഒരുപാട് തരം ഹൗസിംഗ് ബ്ലോക്കുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല അവർക്ക് ഏത് ഉപയോഗിച്ച് വീട് പണിയെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എല്ലാ സൈസുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് നമ്മളെ വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കാം, അതെങ്ങനെ ഏതൊക്കെ ഉപയോഗിക്കണം? ഹൗസിംഗ് ബ്ലോക്കിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് ബ്ലോക്കുകൾ ഒന്ന് 16-8-8 ഇത് അല്ലേ? 16 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതി, 8 ഇഞ്ച് ഹൈറ്റ്. ഇത് 2 ലെയർ ആയിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ 14-8-8 ഇത് 16 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതി, 8 ഇഞ്ച് ഹൈറ്റ്. ഓക്കെ. അതുപോലെ തന്നെ അപ്സ്റ്റെയർ ഉപയോഗിക്കുകയാണെങ്കിൽ 16-6-8 ഇത് അപ്സ്റ്റെയർ ഉപയോഗിക്കുന്ന സംഗതിയാണ്.
ഇതുപോലെ തന്നെ 16/6/8 ഇതും അതേപോലെ അപ്സ്റ്റെയർ ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയാണ്, പാർട്ടീഷൻ ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയാണ്. ഓക്കെ. ഇത് തന്നെ 5 ഇഞ്ച് വീതി, 16/5/8. അതുപോലെ ഇത് സെയിം തന്നെ 16/5/8 വീതിയാണ്. ഇത് 5.25 ഇഞ്ച് സൈസ് കേട്ടോ. 5.25 ഇഞ്ച് ഇത് 5 ഇഞ്ച് സൈസാണ്. ഇതില് നമ്മളെ വ്യൂവേഴ്സിന് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും ഏത് സൈസ് എങ്ങനെയാന്നുള്ളത്. അതിന് മുമ്പ് ഞാൻ ഈ ചെറുതും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി. ഇത് 16 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതിയാണ്. 3 ഇഞ്ച് 8 ഇഞ്ച് ആയിട്ടാണ്. ഇത് പാർട്ടീഷൻ ഉപയോഗിക്കുന്ന സംഗതിയാണ്, സൺസൈഡ് വാളിനൊക്കെ ഉപയോഗിക്കാൻ സംഗതിയാണ്. അത് മതി. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കുന്ന സാധാരണ ഇത് ഉപയോഗിച്ചുകൊണ്ട് വീടുണ്ടാക്കാം, ഇത് ഉപയോഗിച്ച് വീടുണ്ടാക്കാം. ഇത് നമ്മൾ സാധാരണ ഡൗൺ ഫ്ലോർ ഉപയോഗിക്കാം. ഡൗൺ ഫ്ലോർ ഉപയോഗിക്കുന്ന സമയത്താണ് ഇതിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കുക. മാത്രമല്ല ഇത് 2 ലെയർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും എയർ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ചൂട് വരാം. അത് തന്നെയാണ് നമ്മളെ പല ആൾക്കാരെയും സംശയം. ഈ ഒരു ബ്ലോക്ക് ഉപയോഗിക്കുമ്പോൾ ചൂട് കൂടില്ല എന്ന് നിങ്ങൾ കമന്റിൽ ഇപ്പൊ ചോദിക്കാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കും. അത് നമ്മൾ മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. സിമെന്റ് ആണ്, നമുക്ക് ചൂടുണ്ടാവും. പക്ഷെ അത് കുറക്കാൻ എന്തെല്ലാം ടെക്നോളജി നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു. എയർ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഇവിടെ ചൂടായി, ഈ എയർ ഭാഗം ചൂടായിട്ട്, പിന്നെ ഈ ലെയർ ചൂടായി, പിന്നെ എയറിന്റെ ഗ്യാപ്പ് ചൂടായി, പിന്നെ ലെയർ ചൂടായി, ഇവിടേക്ക് എത്തുള്ളൂ. അത്രേ എത്തുള്ളൂ. അപ്പൊ അങ്ങനെയല്ല, ഈ ചൂട് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ കഴിയൂല. അതെ, അത്രയും സമയം എടുക്കും. അത്ര സമയം എടുക്കും. അപ്പൊ ഇത് എയർ ചൂടായി കഴിഞ്ഞ ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് വരാൻ കഴിയൂല. ഓക്കെ. അതേപോലെ തന്നെ ഇത് ഇതും ജസ്റ്റ് ഈ ഭാഗം ചൂടായി, ഇവിടുത്തെ എയർ ഏരിയ ചൂടായി കഴിഞ്ഞ ശേഷം മാത്രമാണ് ഈ ഭാഗത്തേക്ക് എത്തുക, അവിടെ എത്തുള്ളൂ. ഓക്കെ ഓക്കെ. ഈ ഹോൾസിന്റെ ഐഡിയ. പക്ഷെ പലർക്കും സംശയം, ഈ ഹോൾ ഉണ്ടാകുമ്പോൾ സ്ട്രെങ്ത്തിന് ഒരു സംശയം ഉണ്ടാവും. സോളിഡ് ആകുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉണ്ടാവുമോ എന്നുള്ളതാണ് ആൾക്കാരെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ചൂട് കുറയും. നമ്മളെ കേരളത്തിലല്ല ജീവിക്കണേ, ചൂട് കുറക്കാനും പറ്റണം, സ്ട്രെങ്ത് കിട്ടും വേണം. അപ്പൊ ആ ഒരു ടെക്നോളജി ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണോ? കാരണം ഇത് ഏകദേശം ഓവലാണ്, ഇത് മറ്റൊരു ഷേപ്പുകളായിട്ടാണല്ലോ കാണുന്നത്. സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ്. ഇത് ഫാദർ എഞ്ചിനീയർ ആണ്, ഫാദർ ഉണ്ടാക്കിയ മോഡാണ്. ഇത് ഓവൽ ശേഷി ഏകദേശം എഞ്ചിനീയറിംഗ് ടെക്നോളജി പ്രകാരം ഉണ്ടാക്കിയ മോഡാണ്. ലോഡ് ബെയറിംഗ് ആണ്. ലോഡ് ബെയറിംഗ് ഇത് ഏകദേശം ഞാൻ പറയുന്ന നോക്കുന്നത്, ഇതിന്റെ കൈ 6 ഇഞ്ച് 8 ഇഞ്ച് മോൾഡൊക്കെ 1 സെന്റിമീറ്റർ സ്ക്വയറിന് 50 കിലോഗ്രാം താങ്ങാം. 50 കിലോഗ്രാം വെയിറ്റ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. അതിൽ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ചോദിക്കാണ്ട്, ഇപ്പൊ ഫാദറിന്റെ കാര്യം പറഞ്ഞപ്പോ സ്വന്തം വീട് ഈ ഹോളോ ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണോ നിങ്ങൾ ചെയ്തതെന്ന്? കാരണം അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റണോ? ഞങ്ങളുടെ വീട് 5 വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടാണ്. 5 വർഷം മുമ്പ് പൂർണ്ണമായിട്ട് ഈ ഹൗസിംഗ് ബ്ലോക്ക് ഇതന്നെയാണ് ഉപയോഗിച്ചാണ്. ഈ 16/6/8 ഈ ബ്ലോക്കാണ് നമ്മുടെ വീടിന്റെ എല്ലാ ഭാഗത്തും ഡൗൺ ഫ്ലോർ ഉപയോഗിച്ചത്. അതിന്റെ പാർട്ടീഷൻ ഉപയോഗിച്ച പോലെ ഇതേപോലെ ബ്ലോക്ക് 6 ഇഞ്ച് ബ്ലോക്ക്, 5.25 ഇഞ്ച് ബ്ലോക്ക്, ഈ ബ്ലോക്കാണ് പാർട്ടീഷൻ ഉപയോഗിച്ചത്. ഇത് പ്രത്യേകം എന്താ പറയുക, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഈ ഏരിയക്ക് പകരമായിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് കുറേ ഏരിയ ബിക്കാണ്, ആ റൂമിന്റെ സ്പേസ് കിട്ടുകയാണ്. ഒക്കെ ഒരുപാട് ഇതിനകത്ത് സ്റ്റഡി ചെയ്ത് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പോയിന്റുകളാണ്. ഈ 6 ഇഞ്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഏരിയ 2 ഇഞ്ച് 2.5 ഇഞ്ച് ഗ്യാപ്പ് സ്പേസ് കിട്ടാൻ പോകണം. ഏകദേശം ഒരു 5 സ്ക്വയർ ഫീറ്റ്, 6 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ് വരെ അഡീഷണൽ ഒരു വീടിന് കിട്ടുകയാണ്. അത് റൂമിൽ ഇട്ടാണ്. ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് മൊത്തം ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓളോസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു റൂം അഡീഷണൽ കിട്ടും. ഓക്കെ. ഇതൊക്കെ ഒരുപാട് നമ്മളെ വ്യൂവേഴ്സ് പറഞ്ഞാലേ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും സ്റ്റഡി ചെയ്ത് ചെയ്യുന്നതാണ്, അവർക്ക് അത് യൂസ്ഫുൾ ആണ് ഈ പോയിന്റുകൾ. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ഞാൻ തന്നെ ഉപയോഗിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട് നമുക്കൊന്ന് പോയി കാണണം. കാരണം എത്രത്തോളം ഉണ്ട് അതിൽ നിങ്ങളെ ഐഡിയാസ് അതും കൂടെ കാണണമല്ലോ. അപ്പൊ ഇതിന് പുറമെ സോൾഡ് ബോക്ക് ഇതേപോലെ ഉണ്ട്, ഇതേ സൈസ് സോൾഡ് ബോക്കും ഉണ്ട്. സോൾഡ് ബോക്ക് ഉപയോഗിച്ചുകൊണ്ട് വീടുണ്ടാക്കാം. പക്ഷെ ആൾക്കാർ ഇനി ഇത് പോരാ, സോഡിന് വേണമെന്ന് അടിസ്ഥാന പ്ലംബിംഗ് വയറിംഗ് ഒക്കെ എളുപ്പമാണ്, യാതൊരു പ്രയാസം ഉണ്ടാവില്ല. പ്ലംബിങ്ങിന്റെ ഉപയോഗിക്കാനും വയറിംഗ് ഉപയോഗിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. കാരണം മെഷീൻ വെച്ച് കട്ട് ചെയ്യണം. മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൈപ്പ് വെക്കാനും കഴിയും, സിമെന്റ് കൊണ്ട് അടക്കാനും പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ആളുകൾക്കുണ്ടാവുന്ന സംശയം, ഇത്ര വലിയ ഹോള് വരുമ്പോൾ നമ്മളെ കട്ടിങ് ബ്ലോക്ക് ആവുന്നത്. എന്നാലും കട്ടിങ് വരികയാണെങ്കിൽ തന്നെ ഇവിടെ എത്തൂല എന്നാണ് എന്റെ ഒരു. ഇത് അപ്സ്റ്റെയർ ആണ്, ഒരിക്കലും വരാൻ സാധ്യതയില്ല. ഇനി വരാൻ ജസ്റ്റ് ഈ ഭാഗത്ത് കട്ട് ചെയ്താൽ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യും, പൈപ്പ് പോയി കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് സിമെന്റ് എന്ത് ചെയ്യും, അടക്കാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. അത്രേ വരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഹൗസിംഗ് ബ്ലോക്ക് അല്ലേ? ഹൗസിംഗ് ബ്ലോക്ക്. ഈ പറയുന്ന ഹൗസിംഗ് ബ്ലോക്ക് വലിയ സൈസ്, ഇതിന്റെ കറക്റ്റ് സൈസ് ഇത് 16/8. ചെങ്കലിന്റെ വലുത്, ചെങ്കലിന്റെ വലുത്. അത് ചെങ്കല് 13/8 ഉണ്ടാക്കാം. 13 ഉണ്ടാവുള്ളൂ വൃത്തി വരിക കേട്ടോ. അതായത് ഈ സൈസ് ആയിരിക്കും, ഈ സൈസ് ഉണ്ടാകും. ഈ സൈസാണ് ഉണ്ടാവുക. ഈ സൈസ് ഉപയോഗിക്കുന്ന സമയത്ത് 100 കല്ല് ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊരു 80-81 പീസ് ഉപയോഗിച്ചാൽ മതി. അത്ര ഉപയോഗിച്ചാൽ മതി. കാരണം ഇത് 16 ഇഞ്ച് നീളമാണ്, ചെങ്കല് 13 ഇഞ്ച് ഉണ്ടാവുള്ളൂ. 13 ഇഞ്ച് ഉണ്ടാവും. അപ്പൊ 100 കല്ലിന് പകരമായിട്ട് 80-81 കല്ല് ഉപയോഗിച്ചാൽ മാത്രം ഇത് മതിയാവുന്നതാണ്. അപ്പൊ ഒരു 20 പീസോടെ കുറക്കാൻ പറ്റിയ സംഗതിയാണ് ഈ ബ്ലോക്ക് ഉപയോഗിക്കുന്ന സമയത്ത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിന്റെ പ്രൈസുകളൊക്കെ എത്രയുണ്ട്, ഇതിന് ഓരോ പ്രൈസുകളല്ലേ വരുന്നത് അല്ലേ?
ഏതെന്ന് തുടങ്ങാം? ഈ ചെറുതിന്റെ പ്രൈസ് എത്ര വരുന്നുണ്ട്? ഇത് 3 ഇഞ്ച് സൈസാണ്, 16 ഇഞ്ച് നീളം ഉണ്ടാവും. 16, 3, 8 ആണ്. ഇത് 29 രൂപ ഉണ്ടാവുള്ളൂ. അത്ര വരുള്ളൂ. ഇത് 14, 8, 8 സൈസ് വരാണ്. ഇത് 53 റേറ്റ് വരാണ്. ഇത് 16, 8, 8 വരാണ്. ഇത് 57 റേറ്റ് വരുന്നത്. 57 വരും. ഇത് 100 കല്ല് പകരമായിട്ട് ഒരു 80 കല്ല് ഉപയോഗിച്ചാൽ മതി. ഇതാണ് ഈ 13 ഇഞ്ച് കല്ലുണ്ടാവുക. ഇത് 16 ഇഞ്ച് നീളം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതൊരു ഫിനിഷ്ഡും കൂടെ ആണ്, അതുകൊണ്ട് വേറെ അതിന് കുറക്കാനോ കൂട്ടാനോ ഒന്നുമില്ല, നേരെ പടുത്തങ്ങ് പോയാൽ മതി. ഇത് വേറെ എന്താ വെച്ചാൽ ഇത് പടുക്കുന്ന സമയത്തിന്റെ സംഗതിയാണ്. സാധാരണ ഒരു മെയിൻ മേഷനും ഒരു ഹെൽപ്പറും കൂടിയിട്ട് ഏകദേശം എത്ര കല്ല് എടുക്കാൻ പറ്റും? സാധാരണ ഒരു 100 കല്ലിന്റെ അടുത്തൊക്കെ എടുക്കും. ഓക്കെ, ഇത് ഞങ്ങൾ ഈ കല്ല് ബ്ലോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഏകദേശം 200 കല്ല് വരെ ഏകദേശം എടുക്കാൻ പറ്റും. സ്പീഡിൽ പോകാൻ പറ്റും. ഈസി വർക്കാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. പിന്നെ പെട്ടെന്ന് സിമെന്റ് ഉള്ളത് കുറച്ച് സിമെന്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിമെന്റ് ഒപ്പം തന്നെ ഏകദേശം വ്യത്യാസമുണ്ട്. ഒരു 100 കല്ല് പഠിക്കും കൊടുത്ത് ഏകദേശം 200 കല്ല് പഠിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു മെയിൻ കോസ്റ്റ് 2000 രൂപയാണ് ഒരു മെയിൻ പിന്നെ മേഷന് വിൽപ്പന കൊടുക്കുക. ഇതാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നേരെ ഇത് 200 കല്ല് എടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഏകദേശം ഒരു 11 റുപ്യാണ്, 10-20 റുപ്യ വരും ഏകദേശം കല്ല് കൊടുക്കുന്ന സമയത്ത്. ഏകദേശം 11 രൂപ ഏകദേശം കോസ്റ്റ് വരുന്നുണ്ടാവും. 11 വരുള്ളൂ. ഓക്കെ. അത് മാത്രമല്ല ഇതിനകത്ത് വേസ്റ്റേജ് കുറയും. കാരണം കല്ലിലൊക്കെ ഒരുപാട് കട്ടിങ് വരും. 100 കല്ല് വീട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ എത്ര കല്ലിക്ക് ഡാമേജ് വരും? ഏകദേശം ഒരു ലോഡ് ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇറക്കുമ്പോ ഒരു 3 എണ്ണം പോകും. അപ്പൊ ഒരു ലോഡ് ഇറക്കുമ്പോൾ ഒരു 6 7 കല്ല് പോകും. പക്ഷേ നമ്മളെ പറമ്പാന്റെ ബ്ലോക്ക് ഇറക്കുന്ന സമയത്ത് 100 ഇറക്കി 100 ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിങ്ങിന്റെ വേസ്റ്റ് ഇല്ലേ, ആ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, കട്ടിങ് വേസ്റ്റ് അല്ല, കട്ട് ചെയ്ത പീസ് കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടും. അതിന് 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ഭാഗം ഓരോ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റും. വീട് പണി കഴിഞ്ഞാൽ ഒരു തരി പോലും ബാക്കി ഉണ്ടാവില്ല. ഇതിലെ ഈ ഒരു വർക്ക് നടക്കുമ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഏത് ലേബേഴ്സ് ആണെങ്കിൽ അവർ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ കല്ലാണ് ഉപയോഗിക്കണമെങ്കിലും മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് വയറിങ്ങിലാണെങ്കിലും പടവിലാണെങ്കിലും ഒക്കെ ബ്ലോക്ക് ലാഭിക്കാം. ഓക്കെ, അത് മാത്രമല്ല പടുക്കുന്ന സമയത്ത് സിമെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് സിമെന്റ് ഒരു ചാക്ക് സിമെന്റ് കൊണ്ട് ഏകദേശം കല്ല് എത്ര എടുക്കാൻ പറ്റും? ഏകദേശം ഒരു ചാക്ക് കൊണ്ട് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരു 100 ഇത് നമുക്ക് 175 കല്ല് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ തന്നെ കോസ്റ്റ് നോക്കി ഇത്ര ഡിഫറൻസ് എന്ന് സിമെന്റിലും ലാഭിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൗസിംഗ് ബ്ലോക്ക് ഉപയോഗിക്കുമ്പോൾ ലാഭകരമാണ് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ അതിന്റെ വില മാത്രമല്ലോ, ഈ പ്രോസസ്സാണ്. പ്ലാസ്റ്ററിംഗിലുണ്ട് പ്ലാസ്റ്റിക് നമ്മുടെ സമയത്ത് കല്ല് എന്താ മണ്ണ് സാധനമാണ്, മണ്ണാണ് എറിഞ്ഞ് പിടിപ്പിക്കാനുണ്ടാവും കുറച്ച് കാര്യങ്ങൾ. കല്ല് പഠിക്കുന്ന സമയത്ത് പുറം ഭാഗത്ത് ഫിനിഷിംഗ് ഉണ്ടാവും. ഇന്നർ സൈഡ് നോക്കുന്ന സമയത്ത് ഫുൾ എന്ത് ചെയ്യും, ക്ലിയർ ആവില്ല. ആ സമയത്ത് ഈ കല്ല് ഏരിയ തേക്കുന്ന സമയത്ത് 100 കല്ല് തേക്കുന്ന ഏരിയക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ സിമെന്റ് ബ്ലോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഏകദേശം എത്ര 150 to 170 വരെ ഏരിയ പ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക്കിന്റെ പിന്നെ പണിക്കൂലി ലാഭമാണ്, മാത്രം സിമെന്റ് കോസ്റ്റ് അവിടെ ലാഭമാകുന്നുണ്ട്. മൊത്തത്തിലുള്ള മെറ്റീരിയലിലും ലാഭങ്ങൾ. ഔട്ടർ സൈഡിൽ ഞാൻ വേണമെങ്കിൽ ചില ഭാഗങ്ങൾ തേക്കാതെ ഉപയോഗിക്കാൻ പറ്റും. ഇന്നർ സൈഡ് തേച്ചാൽ മതി. അവിടെ കോസ്റ്റ് അല്ല, ഇത് പൊട്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് റഫ് ഏരിയ, അത് പെട്ടെന്ന് എന്ത് ചെയ്യാം, പിടിക്കാൻ പറ്റും. ഈ റഫ് ഉപയോഗിക്കുന്ന കാരണം എന്താ, കറക്റ്റ് പിടിക്കാനും സ്ട്രെങ്ത് കൂടാനാണ്. ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ പൊടി ഉപയോഗിച്ചാൽ ഫിനിഷിംഗ് കൂടും, പക്ഷേ അതിന്റെ സ്ട്രെങ്ത് പറയും. ഓക്കെ, ഇത്രയും സോളിഡ് ബ്ലോക്കുകൾ ഇതെന്തിനാ ഇത്രയും ഡിഫറെന്റ് സൈസിൽ ഡിഫറെന്റ് ലെങ്ത്തിൽ, എന്താണ് ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ? ഓക്കെ, ഹൗസിംഗ് ബ്ലോക്ക് ആണല്ലോ. അതെ, ഇപ്പോൾ ഓരോ വീടിനും ഓരോ ഏരിയക്ക് അനുയോജ്യമായിട്ട് ബ്ലോക്ക് ഉപയോഗിച്ചാൽ മാത്രമേ കോസ്റ്റ് എഫക്റ്റീവ് ആവുള്ളൂ. അതെ, നമ്മൾ എല്ലാത്തിനും കൊണ്ട് 8 ഇഞ്ച് കൊല്ലം കൊണ്ട് വെക്കാറുണ്ട്. അത് പറ്റില്ല. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഒരു വീട് നിൽക്കുന്ന സമയത്ത് അതിന്റെ പില്ലർ ബ്ലോക്ക് പില്ലർ ഉണ്ടാവും. അതിനാണെങ്കിൽ 10 ഇഞ്ച് നീളം, 5 ഇഞ്ച് വീതി, 8 ഇഞ്ച് വീതിയാണിത്. ഇതെന്താ ഒരു സ്പെഷ്യൽ സൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ കാണാത്ത ഒരു സൈസ് ആണല്ലോ ഇത്. എഞ്ചിനീയേഴ്സ് നിർദ്ദേശപരം ഉണ്ടാക്കിയതാണ്. കാരണം ഈ 8 ഇഞ്ച് വീതിക്ക് പറയാം 7 ഇഞ്ച് വീതി 7 മതി. വെറുതെ 8 ഇഞ്ച് കൊടുത്താൽ വെറുതെ ആവശ്യമില്ലാതെ വേസ്റ്റ് ആവശ്യമില്ല. അത് ഈ 7 ഇഞ്ച് വീതി തന്നെ 55 to 60 കിലോഗ്രാം ലോഡ് ബാരിംഗമാണ്. ലോഡ് ബാരിംഗ് ആ ചെങ്കൽ നേരെ ഡബിള്. ഒരുപാട് തരം സിമെന്റ് ബ്ലോക്കുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഹൗസിംഗ് ബ്ലോക്ക് സ്പെഷ്യലായിട്ട് നിർമ്മിക്കാൻ ടാങ്ക് സംവിധാനം വേണമെന്ന് പറയുകയുണ്ടായി. അതാണോ ഈ ടാങ്ക്? നിങ്ങൾക്ക് സംശയം? അതാണ് ഈ ടാങ്ക്. ഇത് ഒരുപാട് ടാങ്കുകൾ ഉണ്ടല്ലോ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് പറയുന്നു? ഓക്കെ, ഞങ്ങൾ പറമ്പാടൻ കമ്പനി എല്ലാ ഹൗസിംഗ് ബ്ലോക്കുകളും ഒരാഴ്ച വെള്ളത്തിട്ട് കൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഒരാഴ്ച. ഓക്കെ, അത് ഇന്ന് തുടങ്ങിയതല്ല, 30 വർഷം മുമ്പ് തുടങ്ങിയതാണ്. 30 വർഷം 94 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് തുടങ്ങിയ സംഗതിയാണ് ഈ ടാങ്ക് കൂളിംഗ് സിസ്റ്റം. ഫാദർ ഫാദർ എഞ്ചിനീയറാണ്. നിർബന്ധമായിട്ട് എല്ലാ ബ്ലോക്കുകളും ഒരാഴ്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. സിമെന്റിന്റെ 75% സെറ്റാകുന്ന ഒരാഴ്ച കൊണ്ടാണ്.
അത് ഫുൾ ടൈം ക്യൂറിങ് വെള്ളം കൊടുത്താൽ മാത്രമേ ആ ഹൈഡ്രേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ വേറൊരു കാര്യം കൂടി ചോദിക്കണ്ടോ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വലിയ ടാങ്കുകൾ വേണം, കുറേ ബ്ലോക്ക് കപ്പാസിറ്റി വേണം. അതിന് നിങ്ങൾ ഒരുപാട് ബ്രാഞ്ച് ഉള്ളത് ചോദിക്കുകയാണ്. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ട്. എത്ര കൊള്ളും ഇതിനകത്ത്? ഇത് 2000 ബ്ലോക്ക് കൊള്ളും. ഇതിനകത്ത് 2000 ഒരു നമ്മുടെ പറമ്പാണ്ട് 1.5 ലക്ഷം ബ്ലോക്ക് ഒരേ സമയത്ത് ക്യൂറിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 1.5 ലക്ഷം ഒരേ സമയത്ത്. എല്ലാ കമ്പനിയിലും ഇതേപോലെ ടാങ്ക് ക്യൂറിങ് സിസ്റ്റം ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രയും ബ്ലോക്കുകൾ ഒരേ സമയത്ത് പോകുന്നുണ്ട് പുറത്തേക്ക്. അതാണ് അതിൻ്റെ ബാക്കിലുള്ള സീക്രട്ട്. അത് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കെട്ടിടം വേണ്ടിയിട്ടാണ്. അതെ. അല്ലാതെ മധുരം എടുക്കാൻ വേണ്ടിയിട്ടില്ല. അത് ഹൗസിംഗ് ബ്ലോക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെ. അപ്പോൾ ആ വീട് കെട്ടിടത്തിന് അനുയോജ്യമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംഗതിയാണ് പറമ്പാടൻ അന്ന് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. വെറുതെ പറഞ്ഞാൽ പോരല്ലോ, അത് മെഷീൻ ഉപയോഗിച്ച് അതിന് ഏത് രീതിയിൽ ചെക്ക് ചെയ്യണോ അതുപോലെ തന്നെ പറമ്പാടൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നമ്മൾ മുമ്പ് ഇവിടുന്ന് തന്നെ ടെസ്റ്റുകൾ നടത്തിയതാണ്. ടെസ്റ്റുകൾ നടത്തട്ടെ? നിങ്ങൾ വരുമോ? വരാം. നമുക്ക് ഒരാളെ തന്നെ ആക്കി തരണം. ക്വാളിറ്റി മാനേജർ ഉണ്ട്. ഓക്കെ, അവിടെ നോക്കാം. മെഷീൻ ഇവിടെ റെഡിയാണ്. നമ്മളെ ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ഇത് ഇപ്പോൾ ഉള്ളത് 6 ഇഞ്ച് ഹോൾസ് 16, 6, 8 ഹോൾസിന്റെ കട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇത് സ്ട്രെങ്ത് അവിടെ വെച്ചാൽ ഇവിടെ സ്ക്രീനിൽ കാണും. ഓണാക്കട്ടെ. എത്ര നമുക്ക് ഏകദേശം കിട്ടണം? ഏകദേശം നമ്മൾ പറഞ്ഞത് 50 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഏകദേശം കിട്ടണം. നോക്കണം, ഒന്ന് നോക്കാം. മെഷീൻ ഓണായി. ഇവിടെ ഇത് ലോഡ് അല്ലേ? എത്രയാണ് എടുക്കുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഇത് റേഞ്ച് എന്താ? 2000 വരെ പോകും മാക്സിമം. ഈ മെഷീൻ്റെ കപ്പാസിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ കൊടുത്ത്. ഇതിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ മെഷീന് ഇതുപോലെ പ്രസ് ചെയ്ത് എത്ര കിട്ടുന്നതെന്നാണ്. ശരിക്കും ഒരു വീട് പണിയാൻ ചെങ്കല്ലിനൊക്കെ സാധാരണ നമ്മൾ പറയുന്നത് ഇത്രയൊന്നും വരുന്നില്ലല്ലോ, ഇത്രയൊന്നും വേണമെന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെങ്കൽ എത്ര കിട്ടും? അതിലും കൂടുതലുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഏകദേശം 673 അല്ലേ? ഹൈ സ്ട്രെങ്ത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ പ്രൊഡക്റ്റുകൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഈ സൗണ്ട് വരുന്നത് കൂടി ഇത് ഓഫ് ചെയ്യണം അല്ലേ? ഓഫ് ചെയ്യണം. ആ രീതിയിൽ കിട്ടുന്നുണ്ട് ഓരോ ബ്ലോക്കുകളും. ഇങ്ങനെ ഓരോ ബ്ലോക്കും ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇറക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെങ്കല്ല് വെച്ച് ഇതാ സ്ട്രെങ്ത്ത് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെങ്കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൗണ്ട്. മാക്സിമം പ്രസ് ചെയ്തിട്ട് തന്നെയാണ് ഇതുപോലെ സ്ട്രെങ്ത്ത് ചെക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ സ്ട്രെങ്ത്ത് ചെക്ക് ചെയ്തപ്പോൾ കോൺക്രീറ്റ് ബ്ലോക്കിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ പലരും ഇപ്പോൾ പറയുണ്ടാവും, നിങ്ങൾ ഈ കല്ല് കാണുമ്പോൾ പോരല്ലോ, നല്ല കല്ലല്ലേ. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കല്ല് എടുത്തിട്ടാട്ടോ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. നിങ്ങൾ കണ്ണൂർ കല്ല് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം ഇവിടെ കിട്ടുന്ന കല്ല് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കിട്ടുന്ന സ്ട്രെങ്ത്ത് എത്രയാണ്? 178 കഴിഞ്ഞു അല്ലേ? ഒരു ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും സ്ട്രെങ്ത്തിൽ തന്നെയാണ് ഉള്ളത്. 8 ഇഞ്ച് കനമുള്ള 8 ഇഞ്ച് വിടുത്തുള്ള ചെങ്കല്ലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 250 വരെ കിട്ടിയേക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. കിട്ടിയിട്ടില്ല. 244 കേട്ടോ. ഈ ചെങ്കല്ലിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി മാക്സിമം ആണ് ആ കാണുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കല്ലുകൾ, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാണിക്കാൻ അല്ലേ? വീട് നല്ല സ്ട്രെങ്ത് വേണം എന്ന് കാരണന്മാർ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഉപയോഗിക്കണം അല്ലേ? നമുക്ക് ഇരട്ടി കിട്ടിയോ? അത് ഇരട്ടിയിലേറെ അതിൻ്റെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വീടുകൾ നമ്മൾ ഇതുകൊണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ സാറിൻ്റെ വീട് തന്നെ നമുക്ക് കാണിച്ചു തരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ എത്തി നമ്മൾ. ഇത് 6000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു വീട് ഉണ്ടാക്കി അല്ലെങ്കിൽ നിർമ്മിച്ച് തെളിയിച്ചിരിക്കുകയാണ് ഹോളോ ബ്ലോക്കിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മളെ വ്യൂവേഴ്സിന് ഇപ്പോൾ ഇത് അതിലാണ് പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണല്ലോ. അതായത് ഈ എക്സ്പോസ്ഡ് ക്ലാഡിംഗ് അല്ലത്. 8 ഇഞ്ച് വീതി 8 ഇഞ്ച് ഹൈറ്റ്. അടിപൊളിയായിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഈ പില്ലർ നമ്മൾ ക്ലാഡിംഗ് ആയിട്ട് ഓളോബീസ് വെച്ചാണ്. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇതും ഇതേപോലെ ഇത് ജസ്റ്റ് 16 ഇഞ്ച് നീളം 8 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരു ബ്ലോക്ക് നേരെ കട്ട് ചെയ്ത ശേഷം അത് ക്ലാഡിംഗ് ആയിട്ട് ഉപയോഗിച്ച 4 ഇഞ്ച് ബ്ലോക്ക് നേരെ സെന്റർ കട്ട് ചെയ്ത ശേഷം ക്ലാഡിംഗ് ആയിട്ട് ഉപയോഗിച്ച ബ്ലോക്ക്. ഓക്കെ. അപ്പോൾ ഈ ഹൗസിംഗ് ബ്ലോക്ക് ഉപയോഗിച്ചാണ് ഈ വീട് മൊത്തം പണിതത്. അതുകൂടാതെ ക്ലാഡിംഗ് ആയിട്ട് ഇതാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ ഗേറ്റിന്റെ ഡിസൈനിലും ഇത് ഉപയോഗിച്ചതാണ്.
ഈ വീടിന്റെ അകത്ത് ചൂടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും കൂടെയാണ് ഞാൻ കയറിയിട്ടുള്ളത്. സത്യം മനസ്സിലായണോ എന്ന് അറിയില്ല. വീടൊന്ന് കാണാനെന്ന് പറഞ്ഞ് കയറിയതാണ്. ചൂടില്ല കേട്ടോ, അത് സത്യം എടുത്ത് പറയണം. പിന്നെ നമുക്ക് ഓരോ ചുമരിന്റെ കാര്യങ്ങൾ, ഈ ഹോളോ ബ്ലോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് വരുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രാക്കുകൾ ഇത് ഉപയോഗിച്ച സ്ഥലത്ത് കണ്ടിട്ടില്ല. അപ്പോൾ വോളുകളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട്. ഹോളോണ്ടുള്ള ഒരു യൂസേജ് ആണത് അല്ലേ? ഹോളോ ജസ്റ്റ് 2 ലെയറാണ്. ആ ലെയർ സ്വാഭാവികമായിട്ടും ചൂടിന്റെ ഉള്ളിലേക്ക് കടത്തി വിടൂല. വ്യത്യസ്തമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ വന്നത് ഹോളോ ബ്ലോക്കിൽ ചെയ്ത വീട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ആരിസ്കാന്റെ ക്രിയേറ്റിവിറ്റിയാണ് കണ്ടത്. ആരിസ്ക, എങ്ങനെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലെത്തി? ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള ഒരു രൂപമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചെതൽ വരാതിരിക്കുക, അതിനെന്തെല്ലാം ചെയ്യാൻ സാധിക്കും. ചെതൽ നമ്മളെ നാട്ടിൽ ഭയങ്കരമായ ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വീട് പണിത ആളുകൾക്കൊക്കെ വലിയ പ്രയാസം. അപ്പോൾ ചെതലിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ സിമെൻറ്റ് ബ്രിക്സ് ആണെന്നുള്ളത് ഞാൻ പഠിച്ചപ്പോൾ, സിമെൻറ്റ് ബ്രിക്ക് എൻ്റെ ക്വാളിറ്റി ആയിരുന്നു പിന്നെ എൻ്റെ ലക്ഷ്യം. അപ്പോൾ സിമെൻറ്റ് ബ്രിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ടെസ്റ്റിൽ ചെങ്കലിനേക്കാളും 1.5 ന്യൂട്ടൺ സ്ട്രെങ്ത്ത് സിമെൻറ്റ് ബ്രിക്സിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ നേരിട്ട് തന്നെ പോയി ടെസ്റ്റ് ചെയ്തതാണ് ലാബിൽ. അതിൽ നിന്നും ഞാൻ എൻ്റെ ചോയ്സ് അന്തിമാക്കി സിമെൻറ്റ് ബ്രിക്ക് തന്നെ ഉപയോഗിക്കണം. ഈ പറമ്പാടൻ ബ്രിക്സ് എന്നാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. അവരെ കട്ടാണ് നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തത്. നല്ല ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയപ്പം സാധാരണ ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ഞാൻ സെപ്പറേറ്റ് തന്നെ നടത്തി. ഇന്നത്തെ കാലം എന്നുള്ള വ്യത്യാസമാണ്. അന്ന് കുമ്മായത്തിലാണ് തേച്ചിരുന്നത്. അന്ന് ചെതലിന് കുറവായിരുന്നു. ഇന്നിപ്പോൾ ചെതലിൻ്റെ ഒരു പടാണ്. നമ്മൾ വന്ന് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെതൽ ആക്രമം എന്ത് തന്നെ പെസ്റ്റ് വുഡ് വർക്കിന് അത് വുഡൻ വർക്കിന് മാത്രമല്ല, മൊത്തത്തിൽ അത് ബാധിക്കുന്നുണ്ട്. നമ്മൾ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്താലും, തേക്ക് ഉപയോഗിച്ചാൽ പോലും ചെതൽ പിടിക്കുന്ന അവസ്ഥ. എൻ്റെ എക്സ്പീരിയൻസ് 10-35 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച്, കൺസ്ട്രക്ഷൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് സിമൻറ്റ് ബ്ലോക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന്. രണ്ടാമത് നമ്മൾ പടവിന് നമുക്ക് എക്സ്പെൻസ് കുറവാണ്, ചെങ്കലിനെ അപേക്ഷിച്ച് കുറവാണ്. മൂന്നാമത്തത് പ്ലാസ്റ്ററിങ്ങിന് എക്സ്പെൻസ് കുറയും. അതായത് ഒരേ തിക്നെസ്സുള്ള മെറ്റീരിയലാണ് സിമെൻറ്റ് ബ്രിക്ക്. അതേപോലെ ചെങ്കലിലാണെങ്കിൽ ഇന്നൊരു ലോഡ് വരുന്നത് 20 സെൻറ്റിമീറ്റർ, നാളെ വരുന്നത് 20.5 സെൻറ്റിമീറ്റർ, മറ്റന്നാൾ 21, പിന്നെ 21.5. ഇതൊക്കെ പിന്നെ കവർ ചെയ്ത് തേച്ചുണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്ത് വേഗം അവസാനിപ്പിക്കാവുന്ന ഏറ്റവും ചിലവ് ചുരുങ്ങിയൊരു മാർഗം സിമെൻറ്റ് ബ്രിക്സ് തന്നെ. നമ്മൾ ഫറൂഖിൽ ഹൗസിംഗ് ബ്ലോക്ക് കൊണ്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് കൊണ്ട് ഉറപ്പിൽ ചെയ്ത ഒരു വീട് സന്ദർശിക്കാമെന്നാണ് ഹംസക്കാണ് കൂടെ ഉള്ളത്. ഹംസക്ക, എങ്ങനെ ഈ ഒരു വീട് ഈ ബ്ലോക്കിലേക്ക് എത്തി? ബ്ലോക്കിലേക്ക് എത്തിയെന്ന് വെച്ചാൽ വീട് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചു ബ്ലോക്കിനെ പറ്റി. ഏതാ നല്ലത്, അത് ചെങ്കല്ലുകൊണ്ട് ചെയ്യണോ അതല്ല ഹോളോ ബ്രിക്സ് കൊണ്ട് സോളിഡ് ബ്ലോക്ക് കൊണ്ട് ചെയ്യണോ എന്നുള്ള പല അഭിപ്രായം വന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്ത് നമ്മൾ 2-3 കമ്പനി അന്വേഷിച്ചപ്പോൾ അവർക്ക് അത് അത്ര തൃപ്തിയായില്ല. അങ്ങനെ പിന്നെ ഇത് ചെയ്തിരുന്ന ഇതിൻ്റെ കുറ്റിയടിച്ചതും എഞ്ചിനീയറിങ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, ഹാരിസ് ഭായ് എന്ന് പറഞ്ഞു. അയാളെ ഇവിടെ നമ്മൾ അപ്പോൾ അയാൾ റെക്കമെൻഡ് ചെയ്ത് നമ്മളെ പറമ്പാടം കമ്പനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറമ്പാടം കമ്പനിയിൽ വന്നതിന് ശേഷം ബ്ലോക്ക് കണ്ടു. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്തതിൻ്റെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ ഓക്കെ ആയി. വീണ്ടും പിന്നെ ബ്ലോക്ക് അടിക്കാൻ വേണ്ടി ഓർഡർ തന്നത്. അതേ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അദ്ദേഹം ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് വീട് ചെയ്തത് നമ്മളത് കണ്ടു. ഓക്കെ, അപ്പോൾ അടിപൊളി ആവട്ടെ വീട്. അങ്ങനെ സിമ്പിളായിട്ട് പടവ് നടക്കുന്നുണ്ട് ഇവിടെ. ഇത് തീരുമോ? ഇതിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ വീടുണ്ടാക്കാൻ ചെങ്കൽ നമ്മുടെ നാട്ടിൽ കുറേ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോളോ ബ്രിക്സിൽ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഹോളോ ബ്ലോക്കിൽ ഉണ്ടാക്കണം. ഇത് എളുപ്പമുണ്ടോ? എങ്ങനെയുണ്ട്? സുഖമാണ്. കല്ലാണോ സുഖം? ഇതാണ് സുഖം. എന്തൊക്കെ മാറ്റം ഉണ്ട് ഇപ്പോൾ ഇതിൽ? ചോദിച്ചാൽ ഇപ്പം കല്ലാവുമ്പോൾ വെയിറ്റ് ഉണ്ടാവും, ഇതാവുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല, നല്ല ഉറപ്പുണ്ടാവും. പിന്നെ ലെവലിന്റെ മാറ്റം നോക്കുകയാണെങ്കിൽ, ഇത് ലെവല് തൂക്കം നോക്കുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് സുഖമാണ്. കല്ലാണെങ്കിൽ ഒരു സൈഡെങ്കിലും മുഴച്ച് നിൽക്കും, ലെവലായിട്ട് നിൽക്കൂല. അപ്പൊ ഇത് ഫാസ്റ്റ് ആണ്. കല്ലിനേക്കാൾ എണ്ണം കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റും. സ്പീഡാണ്. പിന്നെ സിമെന്റ് അളവ് എങ്ങനെയാ അതിനെ പറ്റി നോക്കുകയാണെങ്കിൽ സിമെന്റ് കമ്മി വരും, കുറച്ച് ഉപയോഗിച്ചാൽ മതി. ലെവലിട്ട് ഇങ്ങനെ പോയാൽ മതി. ഫില്ല് ചെയ്യാനൊക്കെ എല്ലാ സംഗതിക്കും സുഖമാണ്. പിന്നെ കട്ടിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ
കട്ടിങ് ആണെങ്കിൽ 4 ഭാഗം ചെത്തി ഒരൊറ്റ അടിച്ചാൽ പെട്ടെന്ന് കട്ടാവും. അതല്ല മെഷീൻ വേണം നിർബന്ധമല്ല. മെഷീൻ വേണം നിർബന്ധം. വേസ്റ്റ് ആകുകയാണെങ്കിൽ കുറേ വേസ്റ്റ് ആകും. വേസ്റ്റ് വരില്ല. കല്ലായിട്ട് നോക്കുകയാണെങ്കിൽ കല്ലാണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ പൊട്ടി തെമ്പൊക്കെ പൊട്ടിപ്പോവും. കുറേ പോകും. ഇതിനാ പ്രശ്നം വരില്ല. അപ്പോൾ ഫാസ്റ്റായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. പെട്ടെന്ന് തീരും. ഓക്കെ. അപ്പോൾ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണി. അതിൻ്റെ ഇടയ്ക്ക് പേരെന്തായിരുന്നു? അജ്മലിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ താങ്ക് യു. നമ്മുടെ കൂടെ എഞ്ചിനീയർ കോൺട്രാക്ട് വർക്കൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് സൈറ്റിൽ. അപ്പോൾ സൈറ്റിൽ നിന്ന് അദ്ദേഹത്തോട് നമുക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കണം. ഇപ്പോൾ ഹോളോബ്രിക്സിൽ വീട് പണിയുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതല്ലെങ്കിൽ സിമെൻറ്റ് പ്രൊഡക്റ്റുകളിൽ, അതല്ലാതെ ചെങ്കല്ല് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായതുകൊണ്ട് അതും യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവും ഫാസ്റ്റായിട്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണല്ലോ ഈ ഹോളോ അല്ലെങ്കിൽ സിമെൻറ്റ് ബ്രിക്കുകൾ ഉപയോഗിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ഏത് ഉപയോഗിക്കണം ശരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ നമ്മളൊരു ഈ ഒരു സമയത്ത് ഹോളോബ്രിക്സ് എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. കാരണം എന്താ വെച്ചാൽ കല്ലുകൾ നമുക്ക് ക്വാളിറ്റിയൊക്കെ വളരെ ചില സമയത്ത് മോശപ്പെട്ട കല്ലാണ് കിട്ടാറ്. ഹോളോബ്രിക്സ് എന്താ വെച്ചാൽ ഈ പറമ്പാടൻ്റെ നമ്മൾ ഈ കട്ടകൾ ആ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് സൈറ്റിലുള്ള അനുഭവം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കട്ടിറക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൊട്ടുന്നില്ല. ഭയങ്കര ഒരു പ്രശ്നമാണ്. അതെ. നമ്മളിപ്പോൾ ആ സൈറ്റിൽ തട്ടി കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ധൈര്യമുണ്ട് തട്ടി കാണിക്കാൻ. നമുക്ക് ഒരു 8-15 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി നമുക്കറിയാം. ഞങ്ങൾ സൈറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ നോക്കാറില്ല. ഇപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കല്ലിനേക്കാളും സ്ട്രെങ്ത് കിട്ടുന്നുള്ള ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്തു, തെളിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. മലപ്പുറം ജില്ലയിലെ ചന്തപ്പറമ്പ് ഹൗസിംഗ് ബ്ലോക്കിൽ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഇത്. എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്? ഇത് 1270 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1270 സ്ക്വയർ ഫീറ്റ്. G+1 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ്. എത്ര ചെറിയ സെന്റിൽ നിർമ്മിക്കുന്നത്? ഇത് മൊത്തം 6 സെന്റ്. 6 സെന്റിനാണ് അല്ലേ? 6 സെന്റിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം വീടാണ്. അദ്ദേഹം ഡിസൈനറും കൂടാണ് ഈ വീടിന്റെ. പേര് മറന്നുപോയി. ജംഷീർ ആണ് ഈ വീട് മനോഹരമായി ട്രസ് വർക്കിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ, നമ്മൾ മോഡേൺ കൺസെപ്റ്റ് രീതിയിലാണ് കൂടുതൽ ട്രസ് വർക്കിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൺഷെയ്ഡ് പോലും നമ്മൾ അങ്ങനെ ഒരു ഇതിലാണ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ ഈ വീടിന്റെ ഒരു ഐഡിയ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് എക്സ്പോസ്ഡ് ഐഡിയകളൊക്കെ കൊണ്ടുവരും. എക്സ്പോസ്ഡ് ഐഡിയാസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ മെയിനായിട്ട് ഉദ്ദേശം ബഡ്ജറ്റ് കുറക്കാന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കട്ട ഓക്കെയാണ്. അങ്ങനെയാണ് ഞാനിത് പരിപാടി വെക്കുന്നത്. പിന്നെ എക്സ്പോസ് ആക്കുക എന്നുള്ളതാണ് ഒന്ന് നമ്മുടെ പ്ലാസ്റ്ററിങ് കോസ്റ്റ് കുറക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഫിനിഷിംഗ് ആണ്. ഇതിപ്പോൾ മേലെ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ജസ്റ്റ് ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 3:30 നമ്മുടെ റൂമിൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാൾ ഒരു 8 ഇഞ്ച് വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ തറ ചെയ്യേണ്ടി വരും. സ്ക്വയർ ഫീറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. സ്ക്വയർ ഫീറ്റ് കൂടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് 6 ഇഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 8 ഇഞ്ചിന് പകരം 2 ഇഞ്ച് ഒരു സൈഡിൽ നിന്ന് കിട്ടി 10 സെന്റ് കിട്ടിയില്ലേ? അതെ. ഒരു റൂമിലാണ് അത് പറയുന്നത്. ഒരു റൂമിലെ ഒരു വിഡ്ത്തിൽ ഇപ്പം ലെങ്ത്തിലും കൂടി. അപ്പോൾ മൊത്തം ഒരു ഇതിൽ 40 സെന്റ് നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ. അപ്പോൾ താങ്ക് യു വീട് പരിചയപ്പെടുത്തിയതിന്.